കോതമംഗലം നഗരസഭയിൽ PM സ്വാനിധിയുടെ കീഴിൽ തൊഴിൽ മേള സംഘടിപ്പിച്ചു. ക്രെഡിറ്റ് കാർഡ് അപേക്ഷകളും സ്വീകരിച്ചു. നഗരസഭ വൈസ് ചെയർമാൻ പ്രിൻസ് വർക്കി മേള ഉദ്ഘാടനം ചെയ്തു. പദ്ധതി അനേകം ഗുണഭോക്താക്കൾക്ക് പ്രയോജനപ്പെടുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ. കോവിഡിന് ശേഷം വഴിയോര കച്ചവടക്കാർക്കും കുടുംബശ്രീ സൂക്ഷ്മ സംരംഭകർക്കും സാമ്പത്തിക കൈത്താങ്ങാകുന്നതിനായി രൂപീകരിച്ച പദ്ധതിയാണ് PM സ്വാനിധി. കോതമംഗലം നഗരസഭയിൽ കഴിഞ്ഞ 5 വർഷക്കാലമായി 39 ഗുണഭോക്താക്കൾക്ക് പദ്ധതി പ്രകാരം ലോൺ ലഭിച്ചു. PM പദ്ധതിയുടെ 2ാം ഘട്ടം അടുത്ത 5 വർഷക്കാലത്തേക്ക് നീട്ടി. അർഹതപ്പെട്ട ഗുണഭോക്താക്കൾക്ക് 3 ഘട്ടങ്ങളിലായി ലോൺ നൽകുന്നതിനുള്ള പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. 15,000, 25,000, 50,000 എന്ന രീതിയിലാണ് PM സ്വാനിധി ഘടന പൂർത്തിയാക്കുക. ക്രെഡിറ്റ് കാർഡും ലഭ്യമാക്കുന്നതോടെ പദ്ധതിയുടെ പ്രയോഗ സാധ്യതയും സുഗമമാകും. ഇതുമായി ബന്ധപ്പെട്ട് കോതമംഗലം നഗരസഭയിൽ കുടുംബശ്രീ കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ PM സ്വാനിധിയുടെ കീഴിൽ തൊഴിൽ മേള സംഘടിപ്പിച്ചു. നഗരസഭ ഓഡിറ്റോറിയത്തിലായിരുന്നു തൊഴിൽ മേള. ക്രെഡിറ്റ് കാർഡ് അപേക്ഷകളും സ്വീകരിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അനൂപ് ജോർജ് അധ്യക്ഷത വഹിച്ചു. നഗരസഭ വൈസ് ചെയർമാൻ പ്രിൻസ് വർക്കി മേള ഉദ്ഘാടനം ചെയ്തു. അവർക്ക് ചെറിയ ഒരു തൊഴിൽ ചെയ്യാൻ വേണ്ടി ഒരു മൂലധനം അവർ കൃത്യമായിട്ട് എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള പരിപാടികൾക്ക് ഇവിടെ തുടക്കം കുറിക്കുന്നത്. കോതമംഗലം നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കുടുംബശ്രീ സംവിധാനം വളരെ ഫലവത്തായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സ്ഥലമാണ് കോതമംഗലം നഗരസഭ. നമുക്കറിയാം, സമൂഹത്തിൽ ഏറ്റവും താഴേക്കിടയിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എപ്പോഴും ഒരു വെല്ലുവിളി ആകുന്നത് അവർക്കൊരു തൊഴിൽ സംരംഭം തുടങ്ങുന്നതിന് വേണ്ടിയുള്ള ഒരു മൂലധനം അവർക്ക് പലപ്പോഴും ഇല്ലാത്തതിൻ്റെ പേരിലാണ് അത്തരത്തിലുള്ള സംരംഭങ്ങളിലേക്ക് അവർ കടക്കാത്തത്. അപ്പോൾ അതിന് പരിഹാരമായിട്ട് ബഹുമാനപ്പെട്ട കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും നഗരസഭയെല്ലാം കൂടിച്ചേർന്നുകൊണ്ട് കോതമംഗലം നഗരസഭ കൃത്യമായിട്ട് ഇതിന് മോണിറ്ററിംഗ് നടത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് അവർക്ക് ഇവിടെ അനൂപ് സൂചിപ്പിച്ച രീതിയിൽ അവർക്ക് അത്തരത്തിലുള്ള ചെറിയ ഒരു സംരംഭം അല്ലെങ്കിൽ വ്യാപാരം തുടങ്ങുന്നതിന് വേണ്ടിയുള്ള ഒരു മൂലധനം എത്തിച്ചു കൊടുത്ത് അവരെ സാമ്പത്തികമായിട്ട് ശാക്തീകരിക്കുക എന്നുള്ളതാണ് നഗരസഭയുടെ ഒരു നയം എന്ന് പറയുന്നത്. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആബിദ ടീച്ചർ, ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിന്ധു ജിജോ, കൗൺസിലർമാരായ എൽദോസ് കീച്ചേരി, മിനി മാത്യു, മിനി എൽദോസ്, കുമാരി സീതാ വിജയൻ, മഞ്ജു തോമസ്, CDS ചെയർപേഴ്സൺ അമ്പിളി ശശാങ്കൻ, നഗരസഭാ സെക്രട്ടറി ശ്രീജിത്ത് C, ക്ലീൻ സിറ്റി മാനേജർ ഷെജി KS, NULM, PM സ്വാനിധി പദ്ധതി നിർവഹണ ഉദ്യോഗസ്ഥർ, ഗുണഭോക്താക്കൾ, കുടുംബശ്രീ അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. സാമ്പത്തികമായും അതുപോലെ തന്നെ അവരുടെ ഉന്നമനത്തിനും വേണ്ടി ഈ പദ്ധതി ഒരുപാട് പ്രയോജനപ്പെടുന്ന ഒരു പദ്ധതിയാണ്. നമ്മൾ ഈ ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന തെരുവ് കച്ചവടക്കാർക്ക് ഇങ്ങനെയൊരു പദ്ധതി കുറച്ച് നാളുകളായിട്ട് ആവിഷ്കരിച്ചു വരുന്നത്. ഈ നമ്മുടെ ഈ നഗരസഭ കഴിഞ്ഞ 5 മാസം മുമ്പ് കയറിയ അന്ന് മുതൽ നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ വളരെ പാവപ്പെട്ടവർക്കും അതുപോലെ തന്നെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്കുമായിട്ടുള്ള ക്ഷേമ പ്രവർത്തനത്തിൽ വളരെ പ്രാധാന്യത്തോടെയാണ് നമ്മൾ കാണുന്നത്. അവർക്ക് വേണ്ടിയുള്ള എല്ലാ സഹായങ്ങളും ഈ നഗരസഭ വലിയ മുൻഗണന നൽകി ചെയ്യുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. മീഡിയ 60 ന്യൂസ്, കോതമംഗലം.